ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ അടുത്ത വീഡിയോ സെക്ഷൻ ബിയുടെ പെർഫോമൻസ് മാനേജ്മെന്റ് പേപ്പറിന്റെ പ്രീ മാർച്ച് മോക്കിന്റെ അനാലിസിസ് ആൻസറിങ് വീഡിയോ ആണ്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ സെക്ഷൻ ബി വരുന്നത് നമുക്ക് 3 OT കേസസ് ആണ്. OTQ. And each OT cases contains a scenario which relates 5 questions. സിനാരിയോ ഉണ്ടാവും, അതിന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 5 മാർക്ക്, അങ്ങനെ മൊത്തം 30 മാർക്കിലാണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്, ഒരു സിനാരിയോയിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മൊത്തം 30 മാർക്കിലാണ് ഈ OTQs വരിക. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രൂട്ടിക്കോ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, if the supply was in short this month, what is the contribution per limiting factor for product key to the nearest whole number? എന്ന് പറഞ്ഞാൽ കീയുടെ കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇനി സിനാരിയോ വായിക്കാം. ഫസ്റ്റ് എപ്പോഴും റിക്വയർമെന്റ് വായിച്ചിട്ടാണ് നമുക്ക് സിനാരിയോ വായിക്കാം. ഓക്കെ, ദ ഫോളോയിങ് സിനാരിയോ റിലേറ്റ്സ് ടു ക്വസ്റ്റ്യൻ 16-20, 16 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Frutico manufactures 2 types of concentrated futures, key and max, for domestic and overseas market. Both are made purely from apples that are bought from a family-owned apple farm operator. The production of key and max share the same production facilities with the machines used as semi-manually operator. The standard cost and selling price information of both the products are given below. Per liter concentrated juice, ആപ്പിൾ 10 per kilogram ആണ് നമുക്ക് $20 വരുന്നുണ്ട്. മാക്സിന് $10, മെഷീൻ $15, ആൻഡ് മാക്സിന് $35.5, ആൻഡ് ലേബർ കോസ്റ്റ് $9.6, 12 for max. And other variable overheads are here, 9.4 and 8.5. Total variable cost 54 ആണ്. സെല്ലിംഗ് പ്രൈസ് 58 ആണ്. ഓക്കെ, ആപ്പിളിന്റെ സപ്ലൈ ഈ മാസം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ, കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ എന്നുള്ളൊരു എമൗണ്ട് വരിക എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്പിളിന് എത്രയാണ് കീ യൂസ് ചെയ്യുന്നത്? 10 per kilogram ആണ്. 20 കിലോഗ്രാം അല്ല, $20 ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അപ്പൊ 10 per kilogram ആകുമ്പോൾ നമ്മൾ ആപ്പിൾ എത്ര യൂസ് ചെയ്യുന്നുണ്ട്? 2 കിലോഗ്രാം ആപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ്? സ്ക്രാച്ച് പാഡ് എടുക്കാം. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കീക്ക് നമുക്ക് വേരിയബിൾ കോസ്റ്റ് 54 ഉണ്ട്, ആൻഡ് സെല്ലിംഗ് പ്രൈസ് 58 ഉണ്ട് അല്ലേ? അപ്പോൾ കോൺട്രിബ്യൂഷൻ എത്ര വരും? 58 മൈനസ് കോൺട്രിബ്യൂഷൻ എത്ര വരും? 58 മൈനസ് 54 എത്ര വരും? 4. ആൻഡ് ലിമിറ്റിംഗ് ഫാക്ടർ ആപ്പിൾ ആണ്. ആപ്പിൾ നമ്മൾ എത്ര യൂസ് ചെയ്യുന്നുണ്ട്? ലിമിറ്റിംഗ് ഫാക്ടർ യൂസേജ് 2 ആണ് അല്ലേ? യൂസേജ് 2 ആണ്. അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ എത്ര വരും? ലിമിറ്റിംഗ് ഫാക്ടർ is equal to 4 divided by 2 will give me $2. ഓക്കെ, അപ്പോ കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ എത്രയാണ്? $2. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. Calculate the maximum profit turned for the next month at point C, the optimum production plan, to the nearest whole number. അപ്പോൾ ടു ദ നിയറസ്റ്റ് ഹോൾ നമ്പറിൽ നമുക്ക് എത്രയാണ് എന്ത് വരുന്നത്? സി പോയിന്റിൽ മാക്സിമം പ്രോഫിറ്റ് എത്ര വരുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വായിക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് പെർ മന്ത് ഇസ് എഗ്രീഡ് അറ്റ് $7,000. To ensure a smooth and uninterrupted production operation, Frutico always need to monitor closely on the all possible constraints in every month in determining the optimum production plan in order to maximize its return with the given constraint. This month, apples are short in supply. In the midst of planning process for next month, Frutico has agreed to supply at least 2,500 liters of key. About 2,500 liters of key minimum ഉണ്ട് അവർക്ക്.
to one of the overseas customer, an agreement has been signed. Given the routine machine maintenance and normal staffing arrangement, the maximum available machine hours and labor hours for the following month are expected to be at capacity 25,000 machine hours, 15,000 labor hours ആണ് നമുക്ക് ഉള്ളത്. The apple farm operates informed Frutico that the supply of apple will be kept at a quota of 24,000 kilograms. Based on the above constraint, if it had formulated and graph with unknown K being the output of liters of key and unknown M being the output of liters മാക്സ്. അപ്പോൾ എമ്മും കെയും കീക്കും മാക്സിനും കൊടുത്തിട്ടുണ്ട്. C1 എന്ന് പറഞ്ഞ ലൈനിൽ C1 എന്ന് പറയുന്ന ലൈന് ആപ്പിളിനെ കുറിച്ചിട്ടാണ്. ആപ്പിളിന് 2K plus M വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24,000. എന്താണ് 24,000 ആണ് ഇവരുടെ ക്വാട്ട ഉള്ളത് അല്ലേ. 2K plus M എങ്ങനെ കിട്ടി? ഇവിടെ കീക്ക് 2 കിലോഗ്രാം ആപ്പിളും എമ്മിന് 1 കിലോഗ്രാം ആപ്പിളാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ മെഷീന് 1 കിലോഗ്രാം ഓഫ് അല്ല 1 hour ഓഫ് കെയും 2.5 hour ഓഫ് എമ്മും ആണ് യൂസ് ചെയ്യുന്നത്. നോക്കി നോക്കാം. 15 hour ആണ് പെർ അവർ, $15 ആണ് പെർ അവർ ചാർജ്. ഇവിടെ 15ഉം ഇവിടെ 37.5ഉം അപ്പോൾ കറക്റ്റ് ആണ് അല്ലേ. പിന്നെ ലേബർ 0.8K plus M ആണ് 15,000 അടിയിലാണ്. ആൻഡ് മിനിമം ഓർഡർ K ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ 2,500. കാരണം എന്താണ്, നമുക്ക് ഇവിടെ ഒരു മിനിമം ഓർഡർ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആൻഡ് നോൺ നെഗറ്റിവിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണ്. K ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ. ഇതിൽ C എന്ന പോയിന്റിൽ നമുക്ക് എന്തില്ല? C എന്നുള്ള പോയിന്റിൽ നമുക്ക് കൺസ്ട്രെയിൻസ് എമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ. C എവിടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓൾജിബ്രൈക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇത് സോൾവ് ചെയ്യണം. ഓക്കെ. ഓൾജിബ്രൈക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രാച്ച് പാഡ് എടുക്കാം. നമുക്ക് കേക്കും എമ്മിനും വാല്യൂസ് കണ്ടുപിടിക്കണം അല്ലെ. കേക്കും എമ്മിനും വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ, ആപ്പിൾ എത്രയാണ്? 2K plus M is equal to 24,000. ഓക്കെ. ആൻഡ് മെഷീൻ എങ്ങനെയാണ്? K plus 2.5 M is equal to 25,000. റൈറ്റ്. ഇതിന് നമുക്ക് ഇനി എന്ത് ചെയ്യാം? എമ്മിന് ഇവിടെ ഒരു ഫോർമുല ഉണ്ടാക്കാം. M is equal to 24,000 minus 2K. റൈറ്റ്. ഇനി ഈ എമ്മിന്റെ ഫോർമുല എടുത്തിട്ട് നമുക്ക് ഈ മെഷീനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ K plus 2.5 into 24,000 minus 2K is equal to 25,000 അല്ലേ. അപ്പോൾ K plus 2.5 into 24,000 42 60 ആണ്. 24,000 ഇൻറ്റു കാൽക്കുലേറ്റർ ചെയ്യാം. 24,000 ഇൻറ്റു 2.5 60,000. അപ്പോൾ പ്ലസ് 60,000 മൈനസ് 2.5 ഇൻറ്റു 2 അപ്പോൾ 5K ഈസ് ഈക്വൽ ടു 25,000 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? K മൈനസ് 5K ഈസ് ഈക്വൽ ടു 25,000 മൈനസ് 60,000 അല്ലേ. അപ്പോൾ മൈനസ് 4K ഈസ് ഈക്വൽ ടു 35,000. അപ്പോൾ മൈനസ് 35,000. സോറി ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് 4K ഈസ് ഈക്വൽ ടു 35,000 ആക്കാം. K ഈസ് ഈക്വൽ ടു 35,000 ഡിവൈഡഡ് ബൈ 4 ആണ്. എത്ര വരും? 35,000 ഡിവൈഡഡ് ബൈ 4
35,000 divided by 4. 8750 ആണ് K. 8750. ഓക്കെ. ഇനി ഈ എമ്മില് ഈ വാല്യൂവിൽ K ഇട്ട് കൊടുക്കാം. അപ്പൊ എത്ര? 24,000 മൈനസ് 2 ഇൻറ്റു 8750 ബ്രാക്കറ്റിലിടാം. റൈറ്റ്. കാൽക്കുലേറ്റർ എടുക്കാം. 24,000 minus 2 into 8750. 24,000 minus bracket 2 into 8750. അത് കിട്ടും 6,500 കിട്ടും. എം എത്രയാണ്? 6,500. ഇനി പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 6,500 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? മാക്സിന്റെ 74 ആണ്. 74 നമുക്ക് ഇവിടെ എഴുതാം. എം ഇസ് ഈക്വൽ ടു 6,500 into 74 is equal to, and K is equal to 8,750 into 58 അല്ലേ? ഈക്വൽ ടു കാൽക്കുലേറ്റർ എടുക്കാം. 6,500 into 74 എത്ര വരും? 481,000 481,000 പിന്നെ 8750 into 58 507500 അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആൻസർ പ്ലസ് 481,000 ഗിവ് മീ ടോട്ടൽ എത്ര വരും? This plus 481,000 you give me 988,500. ഓക്കെ. ഇനി നമുക്ക് എന്താ, ഇതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അയ്യോ ഗൈസ്, ചെറിയൊരു മണ്ടത്തരം പറ്റിയാണ്. സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ടല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം? കോൺട്രിബ്യൂഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 74 മൈനസ് 68 എത്രയും? 94 മൈനസ് 68 എത്ര വരും? 6 കിട്ടും. അപ്പോൾ ഈ 6 വെച്ചിട്ട് എന്ത് ചെയ്യണ്ടേ? 6,500 ഇൻറ്റു 6 39,000 ആണ്. ഇവിടെ 6 ആണ് കോൺട്രിബ്യൂഷൻ, ഇവിടെ 4 ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ പിന്നെ 8750 ഇൻറ്റു 8750 ഇൻറ്റു 4 ചെയ്താൽ 35,000. $35,000 പ്ലസ് 39,000 മൈനസ് 7,000 നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. എത്ര വരും? ഇവിടെ പ്ലസ് 39,000 മൈനസ് 7,000 67,000 ആണ് നമുക്ക് ആൻസർ വരിക. സോ 67 ആണ് നമുക്ക് ആൻസർ വരിക. അപ്പൊ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, based on production plan which two of the following will have shadow price? That is 0. ഷാഡോ പ്രൈസ് 0 ആവുന്ന ഏതൊക്കെ സാധനങ്ങളാണ്? ഓക്കെ, നമുക്ക് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ സി ആണ്. സിയിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? C1ഉം C2 ആണ്. ആപ്പിളും മിഷ്യനും. ഇതാണ് നമുക്ക് ഷാഡോ പ്രൈസ് വരുള്ളൂ. ലേബറിന് മിനിമം ഓർഡറിന് നമുക്ക് ഷാഡോ പ്രൈസ് വരില്ല. എന്താണ് ഷാഡോ പ്രൈസ്? നമ്മൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു സാധനം വീണ്ടും വേണമെങ്കിൽ, സോ സി നമുക്ക് ഇനിയും വേണം, ഐ മീൻ ആപ്പിൾ നമുക്ക് ഇനിയും വേണമെങ്കിൽ നമ്മൾ എത്രയാണ് അഡീഷണൽ കൊടുക്കുന്ന, പ്രീമിയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായിരിക്കും എന്ത്? ഷാഡോ പ്രൈസ്.
അപ്പോൾ ആപ്പിളും മെഷീനും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ലേബറും മിനിമം ഓർഡറും നമുക്ക് എന്തുണ്ട് ബാക്കിയുണ്ട്, റൈറ്റ്. അപ്പോൾ അതാണ് അവിടെ ബാക്കിയുള്ളത്, കാരണം അതിനെയാണ് സീറോ ഷാഡോ പ്രൈസ് വരിക. And which of the following is true or false, is or true about the use of linear programming? ലീനിയർ പ്രോഗ്രാമിംഗ് വെച്ചിട്ട് ഇതിലേതാണ് ട്രൂ എന്ന് പറയുന്നത്? ഷാഡോ പ്രൈസ് ഈസ് ദ മാക്സിമം ടോട്ടൽ കോസ്റ്റ് ഓഫ് എ കമ്പനി ഷുഡ് പേ ഫോർ വൺ മോർ യൂണിറ്റ് ഓഫ് എ സ്കെയർ റിസോഴ്സ്. ഷാഡോ പ്രൈസ് ടോട്ടൽ മാക്സിമം കോസ്റ്റ് ആണ് ഒരു സ്കെയർ റിസോഴ്സ് അധികം കിട്ടാൻ വേണ്ടിയിട്ട് ആര് യൂസ് ചെയ്യുന്ന കമ്പനി കൊടുക്കാൻ തയ്യാറാവുന്ന എന്ന് പറയുന്നത്. ശരിയാണോ? അല്ല, മാക്സിമം അല്ല, പ്രീമിയം ആണ് അല്ലെ, അഡീഷണൽ ആണ്. അപ്പോൾ ഈ മാക്സിമം എന്ന് പറഞ്ഞ സാധനം തെറ്റാണ്. അപ്പോൾ ഇത് ഫോൾസ് ആണ്. ഓക്കെ. സ്ലാക്ക് occurs when less than the maximum available of resources required. കറക്റ്റ് ആണ്. മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ലാക്ക് ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം യൂസ് ചെയ്യുന്നതല്ല, കുറച്ച് യൂസ് ചെയ്യുന്നതാണ് എന്ത്, സ്ലാക്ക്. അപ്പോ 1 ഫോൾസ് ആണ്, 2 ട്രൂ ആണ്. അപ്പോൾ 2, ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ഫീസിബിൾ റീജിയൻ ABCD? ABCDയിൽ ഫീസിബിൾ റീജിയൻ ഏതാണ്? ABCD. It shows all feasible production plan that meets all the constraints with the possibilities of more than one optimum production. Optimum production plan more than 1 വരാൻ സാധ്യതയില്ല. ഇല്ല, 1 വരില്ല. Right. It shows all feasible production plans that meets the all constraints with only one production plan. അതാണ് ആൻസർ. One production plan ആണ് ആൻസർ. Show all feasible plan that leave no slack on all 3 sources. സ്ലാക്ക് ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഫീസിബിൾ റീജിയൻ അല്ല, സ്ലാക്ക് ഉണ്ടാവത്തില്ല എന്തിനും, ആപ്പിളിനും. കാരണം അതിനാണല്ലോ നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് വിളിക്കുന്നത്. സോ ഓൾ പ്രൊഡക്ഷൻ പ്ലാൻ വിത്ത് സ്ലാക്ക് ഓൺ ആപ്പിൾ ആൻഡ് ലേബർ. സ്ലാക്ക് ഉണ്ടാവില്ല. ആപ്പിളിന് ഒരിക്കലും സ്ലാക്ക് ഉണ്ടാവില്ല, കാരണം ആപ്പിൾ നമ്മളുടെ ഒരു ബൈൻഡിങ് കൺസ്ട്രെയിൻ ആണ്. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ജി ടി ടെക്നോളജി കമ്പനിയാണ്. വാട്ട് ഈസ് ദ മാർക്കറ്റ് ഷെയർ വേരിയൻസ്? മാർക്കറ്റ് ഷെയർ വേരിയൻസ് എന്താ? മാർക്കറ്റ് ഷെയർ വേരിയൻസ് ഓപ്പറേഷണൽ വേരിയൻസ് ആണ് അല്ലെ? ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. നമുക്ക് മാർക്കറ്റ് ഷെയർ കണ്ടുപിടിക്കണം. ജി ടി ടെക്നോളജി കമ്പനി ഈസ് വൺ ഓഫ് ദ എസ്റ്റാബ്ലിഷ് സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിംഗ് ഗീലൻ. The board have been concerned about the future outlook for the company, given a rapid changing industry landscape with increasing number of smartphone manufacturers from the both local and abroad marketplace. Okay, with the recent rapid economic recovery in the region after a long downturn due to a global pandemic, the sales and marketing team have been adopting an aggressive strategies such as aggressive promotion campaign and setting competitive price strategy, attempting to broaden their market position in Gilan. The board is reviewing the sales performance of company in the past year based on the following information. Information in the market size 1.5 million ആണ്, 1.9 million and 5 million ആണ് ആക്ച്വലി സംഭവിച്ചത്. സെയിൽസ് വോളിയം 240,000 ആണ്, ആക്ച്വലി സംഭവിച്ചത് 200,000 ഉള്ളൂ. കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് 340 ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് 140 ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് 650 ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് 350 ശരിക്കും സംഭവിച്ച്, ഫിക്സ്ഡ് കോസ്റ്റ് 150 ശരിക്കും സംഭവിച്ച്, സെല്ലിംഗ് പ്രൈസ് 600 സംഭവിച്ചിട്ടുള്ളൂ. ദ കമ്പനി അപ്ലൈ മാർജിനൽ കോസ്റ്റ് ഫോർ ഇറ്റ്സ് വേരിയൻസ്. മാർജിനൽ കോസ്റ്റ് വേരിയൻസ് അനാലിസിസ് യൂസ് ചെയ്യുന്നെങ്കിലും, മാർജിനൽ കോസ്റ്റ് യൂസ് ചെയ്യുന്നെങ്കിലും നമുക്ക് എന്താ വരിക? നമ്മൾ എന്തിനു വെച്ചിട്ട് എൻഡ് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? മാർജിനൽ കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് വെച്ചിട്ടാണ്? സ്റ്റാൻഡേർഡ് കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് ഇന്ത്യൻ്റെ. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണെങ്കിലാണ് നമ്മൾ എന്ത് വെച്ചിട്ടിരിക്കുക? സ്റ്റാൻഡേർഡ് പ്രൈസ് വെച്ചിരിക്കുക അല്ലെ? അപ്പോൾ നമുക്ക് മാർക്കറ്റ് സൈസ് വേരിയൻസിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എന്ത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക? ആക്ച്വൽ ക്വാണ്ടിറ്റിയും റിവൈസ്ഡ് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലെ? ആക്ച്വൽ ക്വാണ്ടിറ്റിയും റിവൈസ്ഡ് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ റിവൈസ്ഡ് ക്വാണ്ടിറ്റി എങ്ങനെ? ആക്ച്വൽ ക്വാണ്ടിറ്റി അറ്റ് സ്റ്റാൻഡേർഡ് അല്ലേ? അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ആക്ച്വലി നമ്മൾ എന്താ യൂസ് ചെയ്തത്? 200,000 ആണ് സെല് ചെയ്തത്.
ഓക്കെ, നമുക്ക് നമ്മൾ വിചാരിച്ചത് ബഡ്ജറ്റ് ചെയ്തത് 1.5 മാർക്കറ്റ് സൈസിൽ നമ്മൾ മാർക്കറ്റ് ഷെയർ എത്ര ആവുന്ന 240,000. അപ്പോൾ 240,000 എത്രയാണ് മാർക്കറ്റ് ഷെയറിൽ? നമുക്ക് 150 ചെയ്യാം. 24/150, നമുക്ക് 0.16 ഷെയർ ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഓക്കെ, ആക്ച്വലി നമുക്കപ്പോൾ സംഭവിച്ചത് വെച്ചിട്ട് ഈ ആക്ച്വൽ സൈസ് വെച്ചിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 195 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 312,000. അറിയോ? ഇവിടെ എഴുതി തരാം. അപ്പോൾ ആക്ച്വലും റിവൈസ്ഡും ആൻഡ് അവിടുന്ന് കോൺട്രിബ്യൂഷനും ഇൻറ്റു ചെയ്താൽ നമുക്ക് ഷെയർ വേരിയൻസ് കിട്ടും. ആക്ച്വലി നമുക്ക് എത്ര കിട്ടി? 2,200,000. റിവൈസ്ഡ് നമുക്ക് എത്രയാണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ 195ന്റെ 0.16 ആണ് നമുക്ക് കിട്ടേണ്ടത്. കാരണം അത്രയും മാർക്കറ്റ് ഷെയർ ആണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്തത്. ഈസ് ഈക്വൽ ടു നമുക്ക് 31200. അപ്പോൾ 312,000 ആണ് നമുക്ക് ആക്ച്വലി നമ്മൾ ബഡ്ജറ്റ് ചെയ്ത പ്രകാരം നമ്മൾ ആക്ച്വലി സെയിൽ ചെയ്യേണ്ടത്. ഓക്കെ, 312,000 ആണ് ബഡ്ജറ്റ് ചെയ്ത പ്രകാരം നമ്മൾ സെയിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി അറ്റ് ആക്ച്വൽ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് 312,000 ആണ് സെല് ചെയ്യേണ്ടത്. 200,000 സെല് ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്ക് എത്ര? 112,000 കുറവാണ് സെല് ചെയ്തത്. അപ്പോൾ എപ്പോഴും അഡ്വേഴ്സ് വേരിയൻസ് ആണ് ഇവിടെ വരിക. ഇൻറ്റു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര? 650 മൈനസ് 340. അപ്പം എത്ര വരും? 310. അപ്പം എത്ര വരും? 112,000 ഇൻറ്റു 310. 3472 അഡ്വേഴ്സ്. 3472 അഡ്വേഴ്സ്. 3472 അഡ്വേഴ്സ് ആണ് നമുക്ക് എന്ത് വരിക? മാർക്കറ്റ് ഷെയർ വേരിയൻസ് വരിക. ഇനി നമുക്ക് മാർക്കറ്റ് സൈസ് വേരിയൻസ്. മാർക്കറ്റ് സൈസ് വേരിയൻസ് നേരെ അതിന്റെ പ്ലാനിങ് വേരിയൻസ് ആണ് അല്ലേ? ഇതെന്താ? ഓക്കെ, മാർക്കറ്റ് സൈസ് വേരിയൻസ് നമുക്ക് പ്ലാനിങ് ആണ്. അതിൽ നമ്മൾ എന്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ആക്ച്വൽ ക്വാണ്ടിറ്റിയും റിവൈസ്ഡും അല്ല, റിവൈസ്ഡ് ക്വാണ്ടിറ്റിയും നമ്മൾ എന്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും നമ്മൾ എന്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും? അപ്പോൾ റിവൈസ്ഡ് ക്വാണ്ടിറ്റി നമുക്ക് ഓൾറെഡി കിട്ടി 312,000 ആണ് അല്ലേ? 312,000 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, റൈറ്റ്? ഇനി സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്? 240,000 ആണ്. അപ്പൊ നമുക്ക് എന്താ വരണ്ടേ? അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? ഫേവറബിൾ ആയിട്ടുള്ള ഒരു വേരിയൻസ് ആണ് അല്ലേ? ഇൻറ്റു നമുക്ക് കോൺട്രിബ്യൂഷൻ എത്രയാണ്? 310, റൈറ്റ്? 312,000 മൈനസ് 240,000 ഇൻറ്റു 310. 2232 ഫേവറബിൾ. 2232,000. 20,000. 2232,040 ആണ് ഫേവറബിൾ ആണ് നമ്മുടെ ആൻസർ വരിക. ആൻഡ് വാട്ട് ഈസ് ദ സെയിൽസ് പ്രൈസ് വേരിയൻസ്? സെയിൽസ് പ്രൈസ് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ആക്ച്വൽ പ്രൈസ്, സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും എന്ത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ആക്ച്വൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലേ? അപ്പം എത്ര? ആക്ച്വൽ പ്രൈസ് 650, അല്ല സ്റ്റാൻഡേർഡ് പ്രൈസ് ആക്ച്വൽ പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. ആക്ച്വൽ പ്രൈസ് നമുക്ക് 600 വന്നേ.
സ്റ്റാൻഡേർഡ് പ്രൈസ് 650 വന്ന്. അപ്പൊ എന്താ, നെഗറ്റീവ് വേരിയൻസ് ആണ് വരിക. ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി നമുക്ക് 200,000. അപ്പോൾ -50 ഇൻറ്റു 200,000, അപ്പോൾ 10 മില്യൺ ആണ് വരിക. അഡ്വേഴ്സ് 10 മില്യൺ അല്ലേ? യെസ്, 10 മില്യൺ അഡ്വേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമന്ററി ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ സെയിൽസ് പെർഫോമൻസ് ഓഫ് ദ കമ്പനി ഇൻ ദ പാസ്റ്റ് 1 ഇയർ? പാസ്റ്റ് 1 ഇയറിലുള്ള പെർഫോമൻസിന് ഒരു കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാവും? ദ അഗ്രസീവ് സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ ദ സെയിൽസ് മാർക്കറ്റ് ടീം ഹാസ് പ്രൂവൺ ടു ബി എഫക്റ്റീവ്. അതെ, എഫക്റ്റീവ് ആണോ അല്ലേ? അഗ്രസീവ് സ്ട്രാറ്റജി ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ മാർക്കറ്റ് സൈസ് 1.5 മില്യണിൽ നിന്ന് 1.95 മില്യൺ ആയപ്പോൾ നമ്മുടെ സെയിൽസ് വോളിയം 2.4 മില്യൺ ബഡ്ജറ്റ് അല്ല 0.24 മില്യൺ ബഡ്ജറ്റ് ചെയ്തത് വെറും 0.2 മില്യൺ ആയിട്ട് കുറഞ്ഞ 200,000 ആയിട്ട് കുറയുക ചെയ്ത്. അപ്പോൾ അത് എഫക്റ്റീവ് അല്ല. ദ അഗ്രസീവ് സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ ദ സെയിൽസ് മാർക്കറ്റ് ടീം ഹാസ് സീംസ് നോട്ട് ആസ് എഫക്റ്റീവ് ആസ് പ്ലാൻ. അതെ, എഫക്റ്റീവ് അല്ല. എന്താ the sales volume performance were mainly attributed to factors beyond the control of the sales and marketing team. മാർക്കറ്റിംഗിന്റെ കൺട്രോളല്ലേ സെയിൽസ് വോളിയം പെർഫോമൻസ് വരുന്നത്. ദ സെയിൽസ് വോളിയം പെർഫോമൻസ് ഹാസ് ഔട്ട് പെർഫോംഡ് ആസ് കമ്പയർഡ് ടു ബഡ്ജറ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ്. അത് ശുദ്ധ മണ്ടത്തരമാണ് പറഞ്ഞത് അല്ലേ? എന്താ, എല്ലാത്തിലും നോക്കുമ്പോഴും നമുക്ക് രണ്ട് അഡ്വേഴ്സ് വേരിയൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ, അതും മണ്ടത്തരമാണ്. ഇപ്പൊ ഓപ്ഷൻ ബി ആണ് സാർ. Which two of the following variants are most likely to reflect the responsibility area of sales and marketing team? മാർക്കറ്റിംഗ് ടീമും സെയിൽസിന്റെയും റെസ്പോൺസിബിലിറ്റി ഏരിയ അത് പറഞ്ഞാല് ഓപ്പറേഷണൽ വേരിയൻസ് ആണ് നമുക്ക് ഇതിൽ വരിക. മാർക്കറ്റ് ഷെയർ ഓപ്പറേഷനിലാണ്, മാർക്കറ്റ് സൈസ് പ്ലാനിങ് ആണ്, അത് ഇവ ഏരിയയിൽ വരില്ല. സെയിൽസ് വോളിയം വേരിയൻസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പൊ പ്ലാനിങ് ഓപ്പറേഷനിലാണ്, അതല്ല. സെയിൽസ് പ്രൈസ് വേരിയൻസും വരും. അപ്പോൾ 1ഉം 4ഉം ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടാർഗറ്റ് കോസ്റ്റ് ഗ്യാപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ടാർഗറ്റ് കോസ്റ്റ് ഗ്യാപ്പ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നത്. Camco manufactures webcam devices which can provide live video and audio streams via personal computers. It has recently been suffering from liquidity problems and hope that these will be eased by the launch of its new webcam, which has revolutionary audio and sound visual quality. The webcam is expected to have a product life cycle of 2 years, and market research has already been carried out to establish a target selling price and projected lifetime sales volume for the product. Cost estimates have also been prepared based on the current proposed production specification. അപ്പോൾ പ്രൊജക്ട് ലൈഫ് ടൈം സെയിൽസ് വോളിയം 50,000 യൂണിറ്റ്സ് ആണ്, സെല്ലിംഗ് പ്രൈസ് 200 ആണ്, മാർക്കപ്പ് 35,000. മാർക്കപ്പ് എന്ന് പറയുമ്പോൾ കോസ്റ്റ്, മാർക്കപ്പ് കോസ്റ്റും മാർജിൻ സെല്ലിംഗ് പ്രൈസും. ഓക്കെ, എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം കോസ്റ്റ് പെർ യൂണിറ്റ് $40 മാർക്കറ്റ് ഉണ്ട്, അല്ല മെറ്റീരിയൽ ഉണ്ട്. ലേബർ 22.5, മെഷീൻ 21.5, ക്വാളിറ്റി കൺട്രോൾ 10, റീവർക്ക് 6, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് 25, മാർക്കറ്റിംഗ് 35 കൂടിയിട്ട് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് 160 ആയി. ഓക്കെ, നമുക്ക് എത്രയാണ് ടാർഗറ്റ് കോസ്റ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, എങ്ങനെയാണ് ടാർഗറ്റ് കോസ്റ്റ് ഇപ്പോൾ കണ്ടുപിടിക്കുക? മാർജിനിന് വേണ്ടിയിട്ടാണ്. മാർജിനിലാണ് നമുക്ക് എന്ത് വരുന്നത്? മാർജിനല്ല, മാർക്കപ്പിലാണ് നമുക്ക് എന്ത് വരുന്നത്? സെയിൽ വരുന്നത്. അപ്പോൾ 200ന് നമുക്ക് 135% ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, കാരണം എന്തുകൊണ്ടാ, 100% കോസ്റ്റും അതിൻ്റെ 35% എന്ത് മാർക്കപ്പും അതിലുണ്ട്, റൈറ്റ്? അപ്പം നമുക്ക് 100% കോസ്റ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 200 ഡിവൈഡ് ബൈ 135 ഇൻറ്റു 100 ചെയ്താൽ മതി, റൈറ്റ്? നമുക്ക് ഇവിടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇവിടെ നോക്കാം, എന്ന് ചെയ്യാം. 200 ഡിവൈഡഡ് ബൈ 135 ഇൻറ്റു 100, 148.14 ആണ് നമുക്ക് ആക്ച്വൽ കോസ്റ്റ്, അല്ല ടാർഗറ്റ് ചെയ്ത കോസ്റ്റ് വരണ്ടേ. നമുക്ക് കോസ്റ്റ് ഗ്യാപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് 160 ആണ്, -160 ചെയ്താൽ
11.85 ആണ്. 11.85 ടാർഗറ്റ് കോസ്റ്റ് പെർ 11.85 ക്വസ്റ്റ്യൻ കിട്ടും. അഡീഷണൽ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആവശ്യമുള്ളൂ. And based on the new relevant information, what is the new material cost of webcam in dollars up to 2 decimal place ആണ്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്, all of the parts currently proposed for the webcam are bespoke parts. However, most of these can actually be replaced with standard parts costing 50% less, 55% less. 55% ലെസ്സിൽ നമുക്ക് ഇവരെ കുറച്ച് പാർട്സ് കിട്ടും. However, three of the bespoke parts, which currently account for 20% of the estimated direct cost, cannot be replaced. ഈ 20% ഓഫ് ദ പാർട്സ് അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ ബെസ്പോക്കായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്. അത് കാരണം അവർക്ക് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ റീപ്ലേസ് 55% ലെസ് കോസ്റ്റിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഓൾട്ടോ ആൻഡ് ഓൾട്ടർനേറ്റീവ് സപ്ലൈ ചാർജിങ് 10% ലെസ് ഹാസ് ബീൻ സോഴ്സ് ഫോർ ദീസ് പാർട്സ്. 10% ലെസ് ആയിട്ട് ഈ 20% പാർട്സ് കിട്ടാൻ ഒരു സപ്ലയറിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് 40 നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഒന്ന് 80% റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റുന്നതും, ഒന്ന് 20% റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതും. ഓക്കെ, ഇപ്പൊ ഈ 80% റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് 40 റുപ്പീസിന്റെ 80% അല്ലെ, $40 80%. അപ്പൊ നമുക്ക് എത്ര വരും, $32 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റീപ്ലേസ് ചെയ്യാൻ പറ്റുക. അതിന് നമുക്ക് 55% ലെസ്സിൽ കിട്ടും. അപ്പോൾ 0.5 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും, 32 × 0.45, 32 × 0.45 എത്രയാണ്, 14.4 ആണ് അവരുടെ പുതിയ കോസ്റ്റ്. 55% ലെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 45% ആണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ 14.4 ആണ് ഇവിടെ. ഈ 20% 40യുടെ $8 ആണ്. $8 നമുക്ക് 10% ചീപ്പിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ 0.9 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും, 7.2 അല്ലേ, 7.2 ആണ്. 8 × 0.9 7.2 ആണ്. അപ്പോൾ 7.2 പ്ലസ് 14.4 നമുക്ക് എത്ര കിട്ടും, 21.6 റൈറ്റ്. അപ്പോൾ അപ് ടു 2 ഡെസിമൽ ആയിരുന്നു 21.60 എന്നും കൂടി എഴുതണം. ഓക്കെ, അടുത്ത, വാട്ട് ഈസ് ദ ലേബർ കോസ്റ്റ് ഫോർ ദ 100th യൂണിറ്റ്. 100th യൂണിറ്റിലെ ലേബർ കോസ്റ്റ് എത്രയാണ്, അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ദ വെൽക്കം യൂസസ് 45 minutes of labor, direct labor hour, which costs $30 per hour. The use of more standard parts, however, will mean that while the first unit would be still expected to take 45 minutes, there will be now an expected learning curve of 90%, where B is minus 0.152. This will end after the first 100 units. 100 units കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, നമുക്ക് എത്ര വരുന്ന പറയുന്നത്, ലേണിംഗ് റേറ്റ് 90% ഉണ്ട്. നമുക്ക് ഇതെങ്ങനെ ചെയ്യാം, ഇതിൻ്റെ ഫോർമുല നമുക്ക് എന്തിലുണ്ടാവും, ഫോർമുലാസ് ഉള്ള ഷീറ്റിൽ ലേണിംഗ് റേറ്റിൻ്റെ ഫോർമുല ഉണ്ടാവും. എന്താ ലേണിംഗ് റേറ്റിൻ്റെ ഫോർമുല, എവിടെ, സോറി, ഫോർമുല ഷീറ്റ് ലേണിംഗ് കർവ് y = aXb. y = aXb ആണ്. ക്യൂമുലേറ്റ് ആവറേജ് പെർ യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് 100th യൂണിറ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ അല്ലേ, ലേബർ കോസ്റ്റ് ഓഫ് 100th യൂണിറ്റിന്റെ കോസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആദ്യം ടോട്ടൽ യൂസ് ടൈം ഫോർ 100 യൂണിറ്റ്സും ടോട്ടൽ ടൈം ഫോർ 99 യൂണിറ്റ്സും കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം,
അതിനെ മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ടൈം ഫോർ 100th യൂണിറ്റ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം? ഈ 100th യൂണിറ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു എം ബി, എന്തായിരുന്നു ഫോർമുല? ഷീറ്റ് എ എക്സ് റേസ് ടു ബി ആണ്. അപ്പോൾ എ എക്സ് റേസ് ടു ബി ആണ്. അപ്പോൾ എ എത്രയാണ്? എ നമുക്ക് 45,000 ആണ്. ബി നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? മൈനസ് 0.152. ആൻഡ് എക്സ് നമ്പറാണ്, എത്രാമത്തെ യൂണിറ്റിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 100ഉം വേണം, നമുക്ക് 99ഉം വേണം അല്ലേ? ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. എ 45,000 45 ഇൻറ്റു ബ്രാക്കറ്റിൽ 100 റേസ് ടു ബ്രാക്കറ്റ് ഇടണം, മൈനസ് ആവുമ്പോൾ 0.152. ഇതന്നല്ലേ 0.152 അല്ലേ? അതെ. ബ്രാക്കറ്റ് ഈ നോക്കാം. അയ്യോ, മൊത്തം പോയി. അപ്പോൾ എത്രയായിരുന്നു? 45 ഇൻറ്റു 100 റേസ് ടു 45 ഇൻറ്റു 100 റേസ് ടു 0 മൈനസ് 0.152. സിൻടാക്സ് എറർ. ഇവിടെ ഒരു 0 ഇട്ടോളൂ, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. 100 ബ്രാക്കറ്റ് റേസ് ടു 0 45 ഇൻറ്റു ബ്രാക്കറ്റിൽ 100 ഇടാം, ആൻഡ് റേസ് ടു എന്താ കാണിക്കുന്നവര്? കാൽക്കുലേറ്റർ 45 ഇൻറ്റു 100 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, റേസ് ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൈനസ് 0.152. സിൻടാക്സ് എററോ? നമുക്ക് എന്ത് ചെയ്യാം? ലോഗ് വെച്ചിട്ട് ചെയ്ത് നോക്കിയാലോ? ഇതെന്തുകൊണ്ടാണ് സിൻടാക്സ് എറർ കാണിക്കുന്നത് എനിക്കറിയില്ല. 45 ഇൻറ്റു 100 റേസ് ടു ലോഗ് 6 90%. അപ്പോൾ 0.9 ഡിവൈഡഡ് ബൈ ലോഗ് 2 22.34. ഇതങ്ങനെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ, അതാണ് പ്രശ്നം. അപ്പോൾ 100 യൂണിറ്റിന് ആവറേജ് ടൈം 20.34 ആണ്. അപ്പോൾ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ടൈം കിട്ടും 2234.63. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എന്തിൻ്റെ കണ്ടുപിടിക്കണം? 99 യൂണിറ്റ്സിൻ്റെയും കണ്ടുപിടിക്കണം. ഓക്കെ, എത്രയാണ്? സെയിം ഇവിടെ ചെയ്ത പോലെ തന്നെ 45 ഇൻറ്റു 99, നമുക്ക് ബ്രാക്കറ്റ് ഇടാം, 99 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, റേസ് ടു ലോഗ് 0.9 ഡിവൈഡഡ് ബൈ
വീണ്ടും ലോഗ് 2 യൂസ് ചെയ്യാം. 22.38 ആണ് ഇൻറ്റു 99. അത്ര കിട്ടും. 99 യൂണിറ്റ്സിനാകുമ്പോൾ 2215.67. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് 2234 മൈനസ് 2234.63. അപ്പോൾ 18.96 ആണ് എന്ത് വരാം? ടൈം ഫോർ 100th യൂണിറ്റ്. 100th യൂണിറ്റിന് നമുക്ക് 18.96 വരും. ഓക്കെ, 18.96 മിനിറ്റ്സ് ആണ് അല്ലേ? ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എത്രയാണ്? $30 പെർ അവർ ആണ് കോസ്റ്റ് വരുന്നത്. ലേബർ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 18.96നെ നമുക്ക് ഹവറിൽ കൺവേർട്ട് ചെയ്ത് ഡിവൈഡ് ബൈ 60 ചെയ്ത് ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ 9.48 കിട്ടും. ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ 30 ഡിവൈഡ് ബൈ 60 ചെയ്തിട്ട് ഇൻറ്റു 18.96 ചെയ്താലും 9.48 കിട്ടും. രണ്ടിനെ ഏതിലെങ്കിലും ഒന്നിനെ മിനിറ്റിൽ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. New direct labor cost per unit have been based on expected learning rate of 90%, but now the finance director have realized and 92% learning rate should be applied. The learning rate will still end after 100th unit. അപ്പോൾ 90% ലേണിംഗ് റേറ്റ് ഉള്ളത് 92% ആയി. അപ്പോൾ എന്താ? ലേണിംഗ് റേറ്റ് സ്ലോ ആയി കുറച്ചുകൂടി പ്രൊഡക്ഷൻ അല്ലേ? 90-ന്ന് 92 ആയപ്പോൾ ലേണിംഗ് റേറ്റ് കൂടി. 90% എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്ന സാധനം 92% ആയിട്ട് കുറഞ്ഞ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ ടാർഗറ്റ് കോസ്റ്റ് വിൽ ഡിക്രീസ്. ടാർഗറ്റ് കോസ്റ്റ് നമുക്ക് ഡിക്രീസ് ആവുമോ? ടാർഗറ്റ് കോസ്റ്റ് നമുക്ക് എങ്ങനെ ഡിക്രീസ് ആവുക? നമുക്ക് ടാർഗറ്റ് കോസ്റ്റ് ഡിക്രീസ് ആവില്ല. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് പറഞ്ഞില്ല. ടാർഗറ്റ് കോസ്റ്റ് ഡിക്രീസ് ആവില്ല. കാരണം എന്താ? നമ്മൾ ടാർഗറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സെല്ലിംഗ് പ്രൈസ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് സ്ട്രാറ്റജി. മാർക്കറ്റ് വെച്ചിട്ടുള്ള സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റ്, നമുക്ക് വേണ്ടി പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ടാർഗറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ലേണിംഗ് റേറ്റിൽ വ്യത്യാസം വന്നു വിചാരിച്ചിട്ട് നമ്മുടെ ടാർഗറ്റ് കോസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. അപ്പോൾ ടാർഗറ്റ് കോസ്റ്റ് വിൽ റിമെയിൻ ദ സെയിം ആൻഡ് ദ കോസ്റ്റ് ഗ്യാപ്പ് വിൽ ഇൻക്രീസ്. കോസ്റ്റ് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ 92% ആയി. കോസ്റ്റ് ഗ്യാപ്പ് ഡിക്രീസ് അല്ലേ ചെയ്യുക? ഇൻക്രീസ് ആണ് ചെയ്യുക. അപ്പോൾ സി ആണ് ആൻസർ. Our final question ആണ്, which of the following statement about a market skimming price strategy for webcams are true? മാർക്കറ്റ് സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം കോമ്പറ്റേറ്റർ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഹൈ പ്രൈസിന് എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നു, എന്നിട്ട് അത് സെല് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താ? ഇറ്റ് അറ്റംപ്റ്റ്സ് ടു എക്സ്പ്ലോയിറ്റ് എ മാർക്കറ്റ് ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻസെൻസിറ്റീവ് ടു പ്രൈസ് ചേഞ്ചസ്. ട്രൂ ആണ്, ശരിയാണ്. കാരണം നമ്മുടെ പുതിയ ടെക്നോളജിയാണ്. അപ്പോൾ മാർക്കറ്റ് ഇൻസെൻസിറ്റീവ് ആണ് പ്രൈസ് ചേഞ്ചസിന് വെച്ചിട്ട്. ടു ഡിസ്കറേജ് ന്യൂ എൻട്രൻസ് ഇൻ ടു മാർക്കറ്റ്. ഡിസ്കറേജ് ആണോ എൻകറേജ് ആണ് നമ്മൾ ചെയ്യുന്നില്ലേ? മാർക്കറ്റ് സ്കിമ്മിങ് സ്ട്രാറ്റജി ആകുമ്പോൾ നമ്മൾ ഹൈ പ്രൈസ് ചാർജ് ചെയ്ത് ഹൈ പ്രോഫിറ്റ് മേടിക്കുമ്പോൾ പുതിയൊരാൾക്ക് അത് ലോ പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് മാർക്കറ്റ് പെനട്രേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്ത് നമ്മുടെ കോമ്പറ്റേറ്റർ ആവാം. അപ്പോൾ എന്തുകൊണ്ടാണ്? ഇത് തെറ്റാണ്. 2 തെറ്റാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ 2 ഇല്ലാത്തത് എടുത്തു കഴിഞ്ഞാൽ മതി. 1 and 3 ആണ് ആൻസർ. ഇനി തേർഡ്, വേർ പ്രൊഡക്റ്റ് സൈക്കിൾ ഹാവ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ഹാവ് ഷോർട്ട് ലൈഫ് സൈക്കിൾ. അതെ, ഷോർട്ട് ലൈഫ് സൈക്കിളാണ്, 2 വർഷമുള്ളൂ അല്ലേ? ഈ മാർക്കറ്റ് സ്കിമ്മിങ് സ്ട്രാറ്റജി എപ്പോഴാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക? ഷോർട്ട് ലൈഫ് സൈക്കിൾ ഉള്ളപ്പോഴാണ് അല്ലേ? നമ്മളെ ആപ്പിൾ ഫോണൊക്കെ ഓരോ വർഷം പുതിയത് ഇറങ്ങുമ്പോൾ അവർ ഹൈ പ്രൈസ് യൂസ് ചെയ്യുന്ന ചാർജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഷോർട്ട് ലൈഫ് സൈക്കിളാണ്. 1 വർഷം കഴിഞ്ഞാൽ അവർ പുതിയ ഫോൺ യൂസ് ചെയ്യും, ലോഞ്ച് ചെയ്യും. അതുകൊണ്ടാണ്. പിന്നെന്താ? ദർ ആർ സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. എക്കണോമി ഓഫ് സ്കെയിലിനെ കുറിച്ചിട്ട് നമ്മുടെ പറയുന്നില്ല. അപ്പോൾ എന്താണ്? 1ഉം 3ഉം ആണ് ആൻസർ.
സോ ഇനി സെക്ഷൻ സിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തതിൽ കാണാം. ആൻഡ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങൾക്ക് പെർഫോമൻസ് മാനേജ്മെൻറ്റ് നെക്സ്റ്റ് സെഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ please do contact me and Dream Ledger, and all the very best for the students writing this March session exam. Thank you.